ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജീവിതം മനോഹരമാക്കാൻ സഹായിക്കുന്ന 10 ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഒന്നാമതായി, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. എല്ലാ ദിവസവും നന്ദി പറയുക. എല്ലാ ദിവസവും നന്ദി പറയേണ്ട 3 കാര്യങ്ങൾ കണ്ടെത്തി അത് പറയുകയോ എഴുതുകയോ ചെയ്യുക. 3 കാര്യങ്ങളെങ്കിലും, കുറഞ്ഞത് 3 കാര്യങ്ങൾ. എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. എങ്കിലും കുറഞ്ഞത് 3 നന്മകൾക്കെങ്കിലും നന്ദി പറയുക. രാവിലെ ഉണരുമ്പോഴോ രാത്രി കിടക്കുമ്പോഴോ പറയുകയോ എഴുതുകയോ ചെയ്യാം. നന്ദി പറയുന്ന ശീലം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യാതെ ജീവിതത്തിലെ നന്മകളെ കണ്ടെത്താൻ സാധിക്കും. അത് നമുക്ക് സന്തോഷം നൽകും. രണ്ടാമതായി, ലീവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. അധിക ചിന്തകളും അനാവശ്യ ചിന്തകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടും ഈ നിമിഷത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ നിമിഷത്തിൽ ഇപ്പോൾ സന്തോഷവും കണ്ടെത്തുക. മൂന്നാമതായി, നർച്ചർ യുവർ സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുക. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ജീവിതത്തിൽ സമയം കണ്ടെത്തുക. പ്രാർത്ഥനയും ധ്യാനവുമൊക്കെ ആന്തരികമായ സന്തോഷവും സമാധാനവും നൽകും. പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളെ ശാന്തമായും സമചിത്തതയോടും കൈകാര്യം ചെയ്യാൻ ആത്മീയ ജീവിതം സഹായിക്കും. അത് ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. നാലാമതായി, ടേക്ക് കെയർ യുവർ ബോഡി. അഥവാ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് സന്തോഷമുള്ള മനസ്സുണ്ടാകും. അതിനാൽ നല്ല ഭക്ഷണം, ശരിയായ വിശ്രമം, നല്ല ഉറക്കം, ആവശ്യത്തിന് വെള്ളം, ബോഡി മൂവ്മെൻറ്റ്സ് അഥവാ എക്സസൈസ് ഇവയൊക്കെ നല്ല ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങളാണ്. അഞ്ചാമതായി, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ശരിയായ ചിന്തകളും ജീവിത വീക്ഷണങ്ങൾ ഉള്ളവരുമായി ബന്ധം സ്ഥാപിക്കാം. നമ്മളെ ബഹുമാനിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഉയർത്തുന്ന ബന്ധങ്ങളിലായിരിക്കണം നാം ആയിരിക്കാൻ. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും മികച്ചതാക്കാനും സാധിക്കും. ആറാമതായി, ലിമിറ്റ് കമ്പാരിസൺ. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്താതിരിക്കുക. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും രീതികളും വ്യത്യസ്തമാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. ആർക്കും മറ്റൊരാളാവാൻ സാധിക്കില്ല. അവരവർക്ക് ലഭിച്ച ജീവിതം അവരവർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അവരവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളിൽ അഭിമാനമുള്ളവരാവുക. ഏഴാമതായി, ഡു സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. പറ്റുന്ന നന്മകൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് വലിയ ഉപകാരമായിരിക്കും. നന്മകൾ ചെയ്യുന്ന നമുക്കും നന്മകൾ ലഭിക്കുന്നവർക്കും ഒരേപോലെ സന്തോഷം നൽകുന്നതാണ്. ഒരാളോട് ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നന്മകളാണ്. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യുക. എട്ടാമതായി, എൻജോയ് സിമ്പിൾ പ്ലഷേഴ്സ്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴും സന്തോഷത്തോടെ ചായ കുടിക്കാം. എത്ര പുലരികളും എത്ര സന്ധ്യകളും നമ്മെ കാണാതെ പോയിരിക്കുന്നു. ഇവയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. കിളികളുടെ പാട്ടും പൂക്കളുടെ മനോഹരമായ ഗാനങ്ങളും ഒക്കെ ആസ്വദിക്കണം. ഒൻപതാമതായി, അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്. നമ്മളായി തന്നെ ഉൾക്കൊള്ളുക, സ്നേഹിക്കുക. നാം നമ്മളെ സ്നേഹിക്കാതെയും പരിഗണിക്കാതെയും കരുതാതെയും ഇരുന്നാൽ മറ്റുള്ളവരെയും സ്നേഹിക്കാനും കരുതാനും സാധിക്കില്ല. നാം നമ്മളെ സ്നേഹിക്കുന്നതും കരുതുന്നതും എങ്ങനെയാണോ അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും സാധ്യമാകും. ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വളർച്ച ഒരുവൻ്റെ കുറവുകളെയും അതിജീവിക്കുമ്പോഴാണ്. പത്താമതായി, ഹാവ് ഹോപ്പ് ആൻഡ് പർപ്പസ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഉദ്ദേശവും ഉണ്ടാകണം. ലക്ഷ്യബോധം ഉണ്ടാകണം. വെറുതെ അങ്ങ് ജീവിക്കുകയല്ല. ഓരോ നിമിഷവും ഓരോ ദിവസവും ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങൾ ഉണ്ടാകും. അവ കൃത്യമായി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്.
അപ്പോൾ ജീവിതം കൂടുതൽ സൗന്ദര്യമുള്ളതായിത്തീരും, കൂടുതൽ സന്തോഷകരമായി മാറും. അപ്പോൾ ജീവിതം സന്തോഷകരമാകാനുള്ള 10 പോയിൻറ്റ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടെ ആ 10 പോയിൻറ്റ്സ് ഞാനൊന്ന് ആവർത്തിക്കാം. ഒന്നാമത്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. രണ്ടാമതായി, ലീവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. മൂന്നാമതായി, നർച്ചർ യുവർ സ്പിരിച്വൽ ലൈഫ്. നാലാമതായി, ടേക്ക് കെയർ യുവർ ബോഡി. അഞ്ചാമതായി, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ആറാമതായി, ലിമിറ്റ് കമ്പാരിസൺ. ഏഴാമതായി, ഡു സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. എട്ടാമതായി, എൻജോയ് സിമ്പിൾ പ്ലഷേഴ്സ്. ഒൻപതാമതായി, അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്. പത്താമതായി, ഹാവ് ഹോപ്പ് ആൻഡ് പർപ്പസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, കാരണം എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ചാനലിൽ വീഡിയോ ഇടണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഒരു ഭാഗമാണ് വീഡിയോ ഇന്നത്തെ ദിവസം ഇടുക എന്നുള്ളത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഇടണം. ആര് കണ്ടില്ലെങ്കിലും അത് കാണണം, എല്ലാവരും കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കുറച്ച് പോയിൻറ്റ്സൊക്കെ ഞാൻ നോക്കിക്കണ്ട് അത് ഞാൻ തന്നെ എഴുതി ആണ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ മറ്റ് വേറെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.